നമസ്കാരം. രാജാ സാബ് ഇന്ന് റിലീസ് ചെയ്തു. ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇത് സോളോ റിലീസായിട്ടാണ്, കാരണം ഇന്ന് ജനനായകൻ റിലീസ് ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ രാജാ സാബിന് ഒരു ഫ്രീ എൻട്രി കിട്ടി എന്നുള്ളതാണ്. പ്രഭാസിനെ നായകനാക്കി മാരുതി സംവിധാനം ചെയ്ത് 3 നായികന്മാരൊക്കെ ഉണ്ട്. സഞ്ജയ് ദത്താണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പ്രഭാസ് ഇതുപോലുള്ള സിനിമകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതൊരു ഹൊറർ ഫാൻറ്റസി ജോണറിൽ വന്നൊരു സിനിമയാണ്. 3 മണിക്കൂർ 3 മിനിറ്റോളം ഈ സിനിമയുടെ ദൈർഘ്യമുണ്ട്. അത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പലരും ഈ സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന പലരുടെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പ്രീമിയർ ഷോസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് മുതലയൊക്കെ കൊണ്ട് മുതലയുടെ ഡമ്മിയൊക്കെ കൊണ്ട് തിയേറ്ററുകളിലേക്ക് വരുന്ന പ്രഭാസ് ആരാധകരെയൊക്കെ കൊണ്ട്, അവരെയൊക്കെ ഡാർലിംഗ് ഫാൻസ് എന്നാണ് പ്രഭാസ് സ്നേഹത്തോടെ വിളിക്കുന്നത്. അതൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും, വാട്ട് എവർ. പക്ഷേ പ്രഭാസ് എന്ന നടൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അതായത് നമ്മൾ കുറച്ച് സിനിമകളായിട്ട് കാണുന്നുണ്ട്, പ്രഭാസിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒന്നും ഒട്ടും വർക്കാവുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. കൽക്കി 2898 AD വാസ് എൻ എക്സെപ്ഷൻ. കൽക്കി മാത്രമാണ് ഒരു പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഗംഭീരമായൊരു പടമെന്ന് പറയാനുള്ളത്. പക്ഷേ അതിനിടയിൽ എടുത്ത എത്രയോ സിനിമകൾ, രാധേശ്യാം ആവട്ടെ, ആദിപുരുഷ് ആവട്ടെ, ഈ സിനിമകളൊക്കെ തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബാഹുബലിക്ക് ശേഷം വാട്ട് ഹാപ്പൻ ടു പ്രഭാസ് എന്നൊരു ചോദ്യമുണ്ട്. പ്രഭാസ് അതിനുശേഷം ഫിസിക്കലി നോട്ട് വെല്ലാണ്, ഫിസിക്കലി വീക്കാണ് എന്നതുപോലും ഉള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ പ്രഭാസിനെ വല്ലാണ്ട് വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജാസാബ് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു ഫൈറ്റ് സീക്വൻസിൽ പോലും പ്രഭാസിനെ നേരെ ചൊവ്വേ കാണാൻ കഴിയുന്നില്ല. മുഖമൊക്കെ വെട്ടി ഒട്ടിച്ചതുപോലെയാണ് കാണപ്പെടുന്നത്. അത് ചെയ്യുന്നത് പ്രഭാസ് അല്ല എന്നത് ബോധമുള്ള ആർക്കും കാണാൻ പറ്റും. എന്തുകൊണ്ട് പ്രഭാസിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? വേറൊരാൾ ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ പൈസ മുടക്കി സിനിമയ്ക്ക് കയറുന്നത് എന്നുള്ള വിമർശനങ്ങൾ പ്രഭാസിന് നേരെ ഉയരുന്നുണ്ട്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, പ്രഭാസിനങ്ങ് മേലനങ്ങി ഒന്നും പറ്റുന്നില്ല. ഇപ്പോൾ പലയിടത്തുമായിട്ട് നടക്കുന്ന ഷൂട്ടിങ്ങുകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും പ്രഭാസ് ഗ്രീൻ സ്ക്രീനിൽ വന്നിട്ടാണ് അഭിനയിക്കുന്നതെന്ന് പോലും വ്യക്തമാകുന്നുണ്ട്. അത് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, പ്രഭാസിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ചാണ്. എന്തിനാണ് ഇതുപോലുള്ള സിനിമകൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പം പലരും കമ്പയർ ചെയ്യുന്നത് യഷിനെ വെച്ചാണ്. യഷ് KGF ശേഷം വേറെ ഒരു പ്രോജക്റ്റും കമ്മിറ്റ് ചെയ്യാതെ 4 വർഷത്തോളമായി ടോക്സിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ടോക്സിക്കിൻ്റെ വിധി എന്താകും എന്നുള്ളത് 19-ാം തീയതി മാർച്ചിന് അറിയാം. പക്ഷേ എന്നാൽ പോലും വേറെ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്യാതെ ആ വെച്ചേക്കുന്ന പീക്ക് സ്റ്റാർട്ടത്തിൽ നിന്നും താഴെ പോകാൻ യഷ് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രഭാസ് നേരെ തിരിച്ചായിരുന്നു. പ്രഭാസ് അതിനുശേഷം ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തു. എല്ലാം ബ്രഹ്മാണ്ഡ സിനിമകളാണ്, കുഞ്ഞു സിനിമകളൊന്നുമില്ല. ഒരു പീക്ക് പോയിന്റിൽ എത്തിയതിനു ശേഷം പ്രഭാസ് പിന്നീട് ചെറിയ സിനിമകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതായത് ബാഹുബലിക്ക് ശേഷം പ്രഭാസ് ഈ കുഞ്ഞൻ പരിപാടികളൊന്നും തന്നെ ചെയ്യാറില്ല. അത് പ്രഭാസ് മാത്രമല്ല, പല മുൻനിര താരങ്ങളും അങ്ങനെ സിനിമകൾ ചെയ്യാറില്ല. പ്രഭാസിലേക്ക് വരുമ്പോൾ അത് എഫക്റ്റീവ് ആവാനും പറ്റിയിട്ടില്ല. ഇപ്പോൾ ആദിപുരുഷ് വന്നിട്ട് ഒരു കോമഡി സിനിമയായിട്ട് പോലും മാറുന്നത് നമ്മൾ കണ്ടു. അത് ട്രോൾ ചെയ്യപ്പെടുകയും റോസ്റ്റ് ചെയ്യപ്പെടുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. ഇപ്പോൾ രാധേശ്യാം ആവട്ടെ അതുപോലെയാണ് വന്നത്. സാഹോയും തിയേറ്ററിൽ വർക്കായില്ല. അതിനിടയിൽ വന്ന മറ്റൊരു സിനിമയാണ് സലാർ. പ്രശാന്ത് നീലിൻ്റെ സിനിമയായിരുന്നു. പക്ഷെ എന്നാൽ പോലും അത് തിയേറ്ററിൽ എഫക്റ്റീവായിട്ട് വർക്കായില്ല. ആകെ ഗംഭീരമായിട്ട് പറയാൻ പറ്റുന്നത് നാഗശ്വൻ സംവിധാനം ചെയ്ത കൽക്കി 2898 AD ആണ്. അത് ഗംഭീരമായ അഭിപ്രായങ്ങൾ നേടി ഇപ്പോഴും മുന്നോട്ട് പോകാൻ അതിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. പക്ഷേ അതിനിടയിൽ ഈ രാജാസാബ് പോലുള്ള സിനിമകൾ, രാജാസാബിന് മുന്നേ തന്നെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വാസ്തവമാണ്. കാരണം നേരത്തെ തന്നെ ആളുകൾ ഈ സിനിമ തള്ളിക്കളഞ്ഞിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിൻ്റെ ട്രെയിലേഴ്സ് കണ്ടിട്ട് അതിന് എന്തോ ആയിക്കോട്ടെ. പക്ഷേ എന്തുകൊണ്ട് പ്രഭാസ് ഇതുപോലുള്ള സിനിമകൾ ചെയ്യുന്നു? വൈ? വാട്ട് ഈസ് ദ റീസൺ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. ഇനി വരാൻ പോകുന്ന ലൈനപ്സ് എങ്ങനെയാണെന്നും ധാരണയില്ല. ഉറപ്പായിട്ടും കൽക്കിയുടെ 2ാം ഭാഗം ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും മറ്റ് സിനിമകൾ എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ബ്രഹ്മാണ്ഡ സിനിമകൾ മാത്രം ചെയ്യുന്നു എന്നുള്ള ചോദ്യം പരക്കെ വരുന്നുണ്ട്. അതിപ്പോൾ പ്രഭാസിന് നേരെ മാത്രമല്ല, തെലുങ്ക് സിനിമകളിലൊക്കെ തന്നെയുള്ള പ്രധാനപ്പെട്ട നായക നടന്മാർ അവരൊരു തരത്തിലുള്ള പീക്ക് സ്റ്റാർഡം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വലിയ വലിയ പ്രോജക്ട്സിലേക്ക് മാത്രം ചിന്തിക്കുന്നുള്ളൂ. ആ പ്രോജക്ട്സിലേക്ക് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ആ സിനിമയ്ക്ക് റൂട്ടഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് റൂട്ടഡ് ആയിട്ട് തന്നെ ചെയ്തുകൂടെ? എന്തിനാണ് അത് പിന്നീട് ഒരു മാഗ്നം ഓപ്പസ് ആക്കിയിട്ട് പിന്നീട് ഇത്രയും കോടികൾ ചിലവാക്കിയിട്ട് ആ സിനിമ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നുള്ള വിമർശനങ്ങൾ വീഴുന്നുണ്ട്. പക്ഷേ എന്തായാലും രാജാസാബിനെതിരെ വലിയ നെഗറ്റീവായ റിപ്പോർട്ട്സാണ് വരുന്നത്. സമ്മിശ്രമെന്ന് പോലും പറയാൻ കഴിയില്ല, അത്രയധികം നെഗറ്റീവ് റിവ്യൂസ് ആൻഡ് റിപ്പോർട്ട്സാണ് വരുന്നത്. ആ സാഹചര്യത്തിലൂടെയാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രഭാസ് ഇനിയെങ്കിലും സ്ക്രിപ്റ്റ് സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം.